വിദ്യാർത്ഥികളെ എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, നമുക്കറിയാം ബ്രാഞ്ച് രണ്ട് തരത്തിലുണ്ട്, ഡിപ്പെൻഡന്റ് ബ്രാഞ്ചും ഉണ്ട്, ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചും ഉണ്ട്. അതിൽ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിന്റെ അണ്ടറിൽ വരുന്ന ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ വരുന്ന കുറച്ച് മെത്തേഡുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. അതിൽ ഡെപ്റ്റേഴ്സ് സിസ്റ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ തന്നെ രണ്ട് മെത്തേഡുകളുണ്ട്, ഒന്ന് കോസ്റ്റ് പ്രൈസ് മെത്തേഡും ഒന്ന് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡും. അതിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തു. എന്താ ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫീസിൽ നിന്ന് സാധനങ്ങൾ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിലാ, കോസ്റ്റ് പ്രൈസിലായിരിക്കും. ക്ലിയർ? അതിന്റെ ചാനൽ എൻട്രീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ആദ്യത്തെ എൻട്രി പഠിച്ചത് എന്താണ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ആണ്. അസറ്റ് കൊടുക്കുമ്പോൾ ഒറ്റ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ബ്രാഞ്ചിലേക്ക് എന്ത് സാധനം വന്നാലും ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബ്രാഞ്ചിൽ നിന്ന് എന്ത് സാധനം പോവുകയാണെങ്കിലും ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു എല്ലാ അസറ്റുകളും. ഇനി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റി ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ലയബിലിറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് വന്നു, അപ്പൊ ബ്രാഞ്ചിലേക്ക് സാധനം വന്നാൽ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി റിട്ടേൺ ചെയ്തു, ബ്രാഞ്ചിൽ നിന്ന് റിട്ടേൺ പോയാൽ ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിന് എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇനി ഹെഡ് ഓഫീസ് എന്തെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് പൈസ ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നു. അപ്പൊ എന്താ, ബ്രാഞ്ചിലേക്ക് വന്നു, ബ്രാഞ്ചിലേക്ക് എന്ത് വന്നാലും ബ്രാഞ്ചിനെ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് ഓർ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നുണ്ടടാ, എന്തെങ്കിലും ക്യാഷ്, ഇപ്പൊ ഈ ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ ബ്രാഞ്ചുകാരൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഈ പൈസ മൊത്തം പോകുന്നത് ഹെഡ് ഓഫീസിലേക്കാണ്. അപ്പൊ ഹെഡ് ഓഫീസിലേക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് ആണ് വരിക. അങ്ങനെ ബ്രാഞ്ചിൽ നിന്നല്ല ഹെഡ് ഓഫീസിലേക്കാണ് പൈസ പോയിട്ടുള്ളത്. അടുത്തത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്തു, ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യണം, അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റി എങ്ങനെയായിരിക്കും, ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുന്നു, ലയബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ്, ബ്രാഞ്ചിലേക്ക് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യണം, ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഗുഡ്സ് സെൻഡ് ടു എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാണ്, ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഗുഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബാലൻസ് എന്നുള്ള ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഈ 10 എൻട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഓൾറെഡി വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അടുത്ത മെത്തേഡിലേക്ക് പോയിട്ട് ഒന്ന് ഓർത്തെടുക്കണം. ഈ എൻട്രി അറിഞ്ഞാലാണ് ബാക്കി ഈ ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? അടുത്ത നോക്കാം, ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ്. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. കോസ്റ്റ് പ്രൈസ് മെത്തേഡിലെ ഹെഡ് ഓഫീസിൽ നിന്ന് സാധനങ്ങൾ ബ്രാഞ്ചിലേക്ക് പോകുന്നത് കോസ്റ്റിലാണ്, എത്രയാണോ ചെലവ് ആ പൈസയിലാണ് പോകുന്നത്. പക്ഷേ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഒരു സാധനം പോകുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള പ്രൈസിലാണ്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ലോഡ് എന്ന് വിളിക്കും. കോസ്റ്റിനോടൊപ്പം പ്രോഫിറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റിനോടൊപ്പം ലോഡ് ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സാധനം പോകുന്നത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് പ്ലസ് ഒരു പെർസെൻറ്റേജ് ആയിട്ടുള്ള പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് വിളിക്കും. ക്ലിയർ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻവോയ്സ് ആൻഡ് കോസ്റ്റ് പ്രൈസ് ഈസ് കോൾഡ് ലോഡ്. അപ്പൊ ലോഡ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ഇൻവോയ്സ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്നും കൂടി എന്ത് ചെയ്ത് വെക്കുക, ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം പ്രോഫിറ്റും കൂടി ആഡ് ആയിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ എന്ത് ആഡ് ആയിരിക്കും, ലോഡ് ആഡ് ആയിരിക്കും. ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ ഇവിടെ ആഡ് ആയിട്ടുള്ള ഈ പ്രോഫിറ്റ് ഉണ്ടല്ലോടാ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, പ്രോഫിറ്റ് എമൗണ്ടിനെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ ലോഡ് ചെയ്ത് വെച്ചതിനെ ഇറക്കണം, അതായത് അതിനില്ലാതാക്കണം. അതിനില്ലാതാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ റിവേഴ്സ് എൻട്രി എഴുതണം. അപ്പൊ നിങ്ങൾ ഇത് ഞാൻ ഇപ്പൊ പറയാൻ പോണത് ഒരിക്കലും മറക്കരുത് മക്കളെ. ലോഡ് ചെയ്യുന്നത് വെറും 4 ഐറ്റത്തുമ്മലാണ്. ആ 4 ഐറ്റം നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് മറക്കരുത്. രണ്ടാമത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്, ലോഡിങ് ചെയ്യുന്ന ഐറ്റം ആണ്. അടുത്ത ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് ലോഡ് ചെയ്യണം. അടുത്ത ഗുഡ്സ് സെൻഡ്
ബൈ ബ്രാഞ്ച് അതായത് ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്ത ഗുഡ്സും പിന്നെ ഗുഡ്സ് ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഡ് ഇറക്കണം. ഈ 4 സിറ്റുവേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ 4 സിറ്റുവേഷനിലാണ് മക്കളെ ലോഡിങ്ങിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നേ ഉള്ളൂ. 4 ഐറ്റം മറക്കരുത്. പിന്നെ മനസ്സിൽ പറഞ്ഞ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, അതുപോലെ തന്നെ എന്താ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് സെൻഡ് ബൈ ബ്രാഞ്ച് മറക്കരുത്. ഇനി എൻട്രി പഠിച്ചേ നമുക്കെന്താ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കിൽ ലോഡ് ഇറക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. നമ്മൾ എന്താ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എൻട്രി എന്താ ബ്രാഞ്ച് അക്കൗണ്ട് ലെറ്റർ ടു എന്തായിരുന്നു അസറ്റ് സ്റ്റോക്ക് ആയിരുന്നു. അതിന്റെ റിവേഴ്സ് എൻട്രി എന്താണ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. എന്താണ് സാധാരണ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ നമ്മുടെ നോർമൽ എൻട്രി എന്തായിരുന്നു ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് എന്നായിരുന്നു. ഇതിന്റെ ലോഡ് ഇറക്കാനായിട്ട് ഇതിന്റെ റിവേഴ്സ് എൻട്രി എഴുതുന്നു. അതാണ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ക്ലിയർ. ഇനി അടുത്തത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് പോകുമ്പോൾ നമ്മുടെ നോർമൽ എൻട്രി എന്താ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. റിവേഴ്സ് എൻട്രി ചെയ്ത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതി. ഇനി അതുപോലെ തന്നെ റിട്ടേൺ നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന എൻട്രി എന്താണ് ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസും അതുപോലെ തന്നെ ബ്രാഞ്ച് ആയിരുന്നു നമ്മുടെ എൻട്രി. അതിന്റെ റിവേഴ്സ് എൻട്രി പറയുമ്പോൾ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എൻട്രി നമ്മൾ എന്താ പഠിച്ചിരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എൻട്രി സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് ആയിരുന്നു. അതിന്റെ റിവേഴ്സ് എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ലോഡ് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിവേഴ്സ് എൻട്രി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം, പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ആൻഡ്രൂസ് ബ്രോസ് ചെന്നൈ ആസ് എ ബ്രാഞ്ച് അറ്റ് കൊൽക്കത്ത, ഓൾ ഗുഡ്സ് ആർ റിക്വയർഡ് അറ്റ് സെയിൽസ് അറ്റ് കൊൽക്കത്ത ആർ സപ്ലൈഡ്. എന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ആൻഡ്രൂസ് ബ്രോസ് ചെന്നൈ ആണ് ആസ് എ ബ്രാഞ്ച് അറ്റ് കൊൽക്കത്ത. ബ്രാഞ്ച് ഉള്ളത് കൊൽക്കത്തയിലാണ്. അതുപോലെ തന്നെ കൊൽക്കത്ത ആർ സപ്ലൈഡ്, അപ്പോൾ കൊൽക്കത്തയാണ് നമ്മുടെ ഹെഡ് ഓഫീസ്. കൊൽക്കത്ത ആർ സപ്ലൈഡ് ഫ്രം ദി ചെന്നൈ അറ്റ് കോസ്റ്റ് 25%, കോസ്റ്റ് പ്ലസ് 25%. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഹെഡ് ഓഫീസ് ശ്രദ്ധിക്കുക, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് സാധനം സെൻഡ് ചെയ്യണത് 25% കോസ്റ്റ് പ്ലസ് 25% ആണ്. ശ്രദ്ധിക്കുക, എന്താണ് കോസ്റ്റ് പ്ലസ് 25% ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് സാധനം സെൻഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്ലസ് ഇത്ര പെർസെൻറ്റേജ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോഡിന്റെ പെർസെൻറ്റേജ് കണ്ടെത്തണം, അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് പ്ലസ് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയില്ലേ, അത് എടുക്കുക. ഇവിടെ എത്ര 25 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 25 കൊടുക്കുക ഇൻറ്റു 100 ചെയ്യുക. ഇവിടെ നമുക്ക് എത്ര കിട്ടി 20% എന്ന് പറഞ്ഞു കിട്ടും. ഈ 20% ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് എന്ന് പറയുന്നത്, ലോഡിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഹെഡ് ഓഫീസിൽ നിന്ന് സാധനങ്ങൾ ബ്രാഞ്ചിലേക്ക് പോകുന്നു, അത് 20% അല്ലെങ്കിൽ 50% കോസ്റ്റ് പ്ലസ് ഇത്ര പെർസെൻറ്റേജ് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പെർസെൻറ്റേജ് ഏതാണോ അതേ ഡിവൈഡഡ് ബൈ 100 പ്ലസ് ആ പെർസെൻറ്റേജ് ഇൻറ്റു 100 ചെയ്യും. ഇപ്പോൾ ഇവിടെ 50% ആണെന്ന്, കോസ്റ്റ് പ്ലസ് 50% എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ 50 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 50 ഇൻറ്റു 100 ആയിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ ലോഡിന്റെ പെർസെൻറ്റേജ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി വെച്ചോളണം, നമുക്ക് ആവശ്യം വരും ലോഡ് ഇറക്കണ സമയത്ത്. നമുക്ക് ഇവിടെ നോക്കാം, ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ അലവൻസ് തന്നിട്ടുണ്ട്, ബാഡ് അപ്സ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അലവൻസും ബാഡ് അപ്സും ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ത് മിസ്സിംഗ് ഉണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എന്തോ ഒരു ഐറ്റം മിസ്സിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കണം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം, ഡെപ്റ്റേഴ്സിനെ കൂട്ടുന്ന ഐറ്റംസുകളൊക്കെ ഡെബിറ്റ് ചെയ്യണം, ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്ന ഐറ്റംസുകളൊക്കെ ക്രെഡിറ്റ് ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് 11,300 നമ്മൾ എടുത്ത് എഴുതി, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഡെപ്റ്റേഴ്സിനെ കൂട്ടുക, ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ടുണ്ടോ നോക്കാം നമുക്ക്. ക്യാഷ് സെയിൽസ് എത്ര 1400 നടന്നിട്ടുണ്ട് അല്ലേ. ടോട്ടൽ സെയിൽസ് 34,900 തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സെയിൽസ് മൊത്തം ക്രെഡിറ്റ് എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ എഴുതാ നമ്മുടെ ടോട്ടൽ സെയിൽസ് ആയിട്ടുള്ള 34,900 നിന്ന് ക്യാഷ് സെയിൽസ് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 33,500 എന്താടാ, ഇതെന്ത് സെയിൽസ് ആണ്, ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് 33,500 കണ്ടെത്തി.
ഇനി നമ്മുടെ ബാഡ് ഡെപ്സുകളുണ്ട്. ബാഡ് ഡെപ്സ് 100 രൂപ. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്നതാണ് 400 രൂപ. അലവൻസ് 450 രൂപ സെയിൽസിന് ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്നതാണ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 19,510 19,510 എടുത്ത് എഴുതി. ബാലൻസിങ് ഫിഗർ കിട്ടി 24,340 ആണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ള ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ പൈസ. അപ്പൊ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഇസ് ഈക്വൽ ടു 24,340 രൂപയാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മുടെ മിസ്സിംഗ് ഫിഗർ നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി. അടുത്തത് നമുക്ക് നോക്കാം. നമ്മുടെ കൊൽക്കത്ത ബ്രാഞ്ച് അക്കൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അടുത്തത് വരച്ചിട്ടുള്ളത്. ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് പോവാം. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബാലൻസ് ബ്രോഡ് ആണെന്ന് പറഞ്ഞു നമ്മുടെ അസറ്റിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കുകൾ മൊത്തം എഴുതണം. നമ്മൾ എടുത്ത് എഴുതി 7,900, 11,390 ഈ ഐറ്റംസുകൾ എടുത്ത് നമ്മൾ എഴുതി. ക്ലിയർ. രണ്ടാമത്തെ ഗുഡ്സ് ഇൻവോയ്സ് ടു ബ്രാഞ്ച്. ഗുഡ്സ് എന്ത് ചെയ്തിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട് ബ്രാഞ്ചിലേക്ക് 25,000 രൂപയാണ്. അത് നമ്മൾ എടുത്ത് എഴുതി. എക്സ്പെൻസുകൾ ഉണ്ട്, എക്സ്പെൻസുകൾ കൊടുത്തിട്ടുണ്ട്. സാലറി, റെന്റ്, സൺറൈസ് എന്നൊക്കെ പറഞ്ഞ എക്സ്പെൻസുകൾ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് പോയിട്ടുണ്ട്. അതും നമ്മൾ എടുത്ത് എഴുതി 3,600. ഇനി പെറ്റി ക്യാഷ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കണം. അതെ, നോക്കിയാൽ റെമിറ്റൻസ് ടു ബ്രാഞ്ച് അല്ലെ, ബ്രാഞ്ചിലേക്ക് പൈസ കൊടുത്തു 280 രൂപ പെറ്റി ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 280 രൂപ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെഡ് ഓഫീസിൽ നിന്ന് എന്തൊരു സാധനം ബ്രാഞ്ചിലേക്ക് വന്നാൽ അത് എഴുതണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പെറ്റി ക്യാഷ് ഒരു 280 രൂപ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അപ്പർ സൈഡിൽ എന്ത് എഴുതാനുള്ളത് നോക്കാം. നമുക്ക് ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ബ്രാഞ്ചിലേക്ക് പോയിട്ടുണ്ട്. ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നത് എത്രയാണ്, 1000 രൂപയുടെ സാധനം അല്ലെ. ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ബ്രാഞ്ചിലേക്ക് പോയെന്നല്ല, ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് 1000 രൂപ. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് സൈഡിൽ എഴുതി 1000 രൂപ റിട്ടേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മുടെ ക്യാഷ്, ബാങ്കിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ ക്യാഷ് സെയിൽസും ഡെപ്റ്റേഴ്സിന്റെ പൈസയും. നമുക്ക് എത്ര ക്യാഷ് സെയിൽസ്, 1,400 രൂപ ക്യാഷ് സെയിൽസും ഡെപ്റ്റേഴ്സ് നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡെപ്റ്റേഴ്സിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 24,340 രൂപയാണ്. അപ്പോൾ ഇത്രയും പൈസയാണ് ഹെഡ് ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ 24,340 പ്ലസ് 1,400 ആഡ് ചെയ്തപ്പോൾ 25,740 കിട്ടി. ഓക്കെ. അടുത്തതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, പിന്നെ നമ്മുടെ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കുകൾ ശ്രദ്ധിക്കണം. സ്റ്റോക്ക് എമൗണ്ട് 8,400 നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അടുത്ത് പെറ്റി ക്യാഷ്. പെറ്റി ക്യാഷിൻ്റെ അവിടെ നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പെറ്റി ക്യാഷ് ഓപ്പണിംഗ് എത്രയായിരുന്നു, 90 രൂപയായിരുന്നു ഓപ്പണിംഗ്, അത് എടുത്ത് എഴുതി. പ്ലസ് 280 രൂപ എക്സ്ട്രാ പിന്നെയും നമുക്ക് വന്നു. ആ 280 അതിനോടൊപ്പം എന്ത് ചെയ്തു, ആഡ് ചെയ്തു. പിന്നെ ഒരു പെറ്റി എക്സ്പെൻസ് ഒരു 240 രൂപയുടെയും കൂടി വന്നു. അപ്പൊ എന്ത് ചെയ്തു, പൈസ കുറഞ്ഞില്ലേ. അപ്പൊ ആ 240 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ബാക്കി നമ്മുടെ കയ്യിൽ ഇപ്പൊ ക്ലോസിംഗിൽ പെറ്റി ക്യാഷ് ആയിട്ട് നമുക്ക് 130 രൂപയുള്ളൂ. അപ്പൊ എന്താണുള്ളത്, ഓപ്പണിംഗ് ഉള്ളത് എടുത്തു, പുതിയതായിട്ട് വന്നത് ആഡ് ചെയ്തു. ക്ലോസിംഗ് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ചിലവായി പോയ പെറ്റി നമ്മൾ കുറച്ചു. അപ്പൊ 130 കിട്ടി. ക്ലിയർ. ഇനി ഡെപ്റ്റേഴ്സ് 19,510 ആണ് ക്ലോസിംഗിലുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രൊവിഷൻ, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആയിട്ട് നമുക്ക് എത്ര ഉണ്ട്, 1,500 ഉണ്ട്. സോ 19,510 നിന്ന് 1,500 കൂടി നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കളയണം. അപ്പൊ നമുക്ക് 18,10 കിട്ടും. 18,010 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ എമൗണ്ട് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോസ്റ്റ് പ്രൈസിൽ എന്താണോ ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ലോഡ് ഇറക്കണം അല്ലെ. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലോഡ് കയറ്റിയിട്ടുള്ള എമൗണ്ടുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്, ഹെഡ് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ലോഡ് ഇറക്കാനായിട്ട് 4 ഐറ്റത്തുമല്ലേ ലോഡ് ഇറക്കാനുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതുമലൊക്കെയാടാ, ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് സെൻഡ് ബൈ ബ്രാഞ്ച്. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് നോക്കിയാൽ എത്ര രൂപയാ, 7,900. ഒന്നായി ശ്രദ്ധിച്ചോട്ടാ. ലോഡ്, സ്റ്റോക്കിന്റെ ലോഡ് 7,900. 7,900 ഒരു 0 ഉള്ളൂ അല്ലെ. 7,900. ലോഡിന്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്, നമ്മുടെ 25% ആണല്ലോ. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 25 ഇൻറ്റു 100. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 20% കിട്ടി, ലോഡ് പെർസെൻറ്റേജ് കിട്ടി. അപ്പൊ 7,900 ഇൻറ്റു 20% കണ്ടുപിടിക്കുക. 7,900 ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 15,80 കിട്ടും. 15,80 കണ്ടാ. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ ഈ സ്റ്റോക്കിന്റെ ലോഡ് ഇറക്കാനാണ് പോകുന്നത്. ഈ സ്റ്റോക്കിന്റെ 7,900ന്റെ ലോഡ് ഇറക്കാൻ പോകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം എൻട്രി എഴുതാനായിട്ട്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡ് ഇറക്കി, എൽ എന്ന് എഴുതി വയ്ക്കുക. ലോഡ് ഇറക്കി 1,580 ഇറക്കി.
ക്ലിയർ. രണ്ടാമത്തെ നമുക്ക് പോവാം. അടുത്ത എന്താ, ഗുഡ്സ് സപ്ലൈഡ്. ഗുഡ്സ് ഹെഡ് ഓഫീസ്, നമുക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് ഇങ്ങോട്ട് വന്നു. നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള എത്ര ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുള്ളത്? 25,000 ആണ് അല്ലെ. എത്രയാണ്? 25,000 ആണ്. 25,000. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 25,000 ഇൻറ്റു 20%. എത്രയാ? 5,000 കിട്ടും. ണ്ടാ. അപ്പൊ ഇവിടെ ഗുഡ്സ് സപ്ലൈഡ് 25,000 ആണ്. ഇതിന്റെ ലോഡ് കുറയ്ക്കാനായിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതുന്നു. ഗുഡ്സ് ഇൻറ്റു ബ്രാഞ്ച് ലോഡാണ്, എല്ലാം നോട്ട് ചെയ്തു, 5,000 എഴുതി. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കുറയ്ക്കാം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡ്, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? നിങ്ങൾ നോക്കി, 8,400 അല്ലേ. 8,400 ഇൻറ്റു 20%. 8,400 ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ നമുക്ക് 1,680 കിട്ടും. കണ്ടാ, ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലാണ്. ഇതിന്റെ ലോഡ് കുറയ്ക്കാനായിട്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് ലോഡാണ്. 1,680 കിട്ടി. ഇനി എന്താ, ഗുഡ്സ് സെൻഡ് ബൈ ബ്രാഞ്ച്. ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് എത്ര രൂപയുടെ? 1,000 രൂപയാണ്. ഈ 1,000ത്തിന്റെ ലോഡ് കുറയ്ക്കണം. അടുത്തത് ഗുഡ്സ് സെൻഡ് ആണ്. 1,000 ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ നമുക്ക് 200 കിട്ടും. 200 ലോഡാണ്. കണ്ടില്ലേ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഇത് ലോഡാണ്. എല്ലാം ഇവിടെ 200 കിട്ടി. ഓക്കെ. ഇപ്പൊ നിങ്ങൾ നോക്കിയല്ലോ, എല്ലാം എത്ര ഉണ്ട്? 1, 2, 3, 4. ഓക്കെ, 4 ലോഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ 4 ഐറ്റത്തുമ്പോൾ മാത്രമേ ലോഡ് ചെയ്യാനുള്ളൂ. ഇപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ വർക്കിംഗ് നോട്ടിൽ ലോഡിന്റെ പെർസെൻറ്റേജ്, ഇതേപോലെ ഈ 4 ഐറ്റത്തിന്റെ ലോഡിന്റെ എമൗണ്ട് നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ കണ്ടു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ ഐറ്റവും അതാത് സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഇപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡ് കണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതുക. അങ്ങനെ തന്നെ പറഞ്ഞു ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇൻവോയ്സ് പ്രൈസിൽ ആ ലോഡിന്റെ ആ ഒരു എഫക്റ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ആ ഒരു ഓപ്പോസിറ്റ് എൻട്രി എഴുതിക്കൊണ്ട് നമ്മൾ അക്കൗണ്ട്സിൽ അതിനെ കാണിച്ചു. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം, അടുത്തത് ഒരു അക്കൗണ്ട് കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ട്രേഡിംഗ്, മെമ്മോറണ്ടം ഓഫ് ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, കോസ്റ്റ് ആണ് കേട്ടോ. കോസ്റ്റ് പ്രൈസിലുള്ളത് എഴുതണം. ദാറ്റ് മീൻസ് കോസ്റ്റ് പ്രൈസിൽ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 7,900 അല്ലേ ഓപ്പണിംഗ് സ്റ്റോക്ക്? 7,900 ഉണ്ട്. ഈ 7,900 നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, 7,900 ലോഡ് ചെയ്ത് വെച്ചാൽ 1,580 രൂപയല്ലേ ലോഡ് എമൗണ്ട്. ആ 1,580 രൂപ കുറച്ചിട്ടുള്ള കോസ്റ്റിൽ എമൗണ്ട് മാത്രം എന്ത് ചെയ്യണം? അതായത് പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് അല്ലാത്ത എമൗണ്ട് വേണം ഇവിടെ എഴുതാനായിട്ട്. അടുത്ത ഗുഡ്സ് അപ്ലൈഡ് ആയിട്ട്, ഗുഡ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എത്രയാണ്? കോസ്റ്റ് എമൗണ്ട് ആണ് 20,000. അപ്പൊ ശരിക്കും ഗുഡ്സ് അപ്ലൈ ചെയ്ത് എത്രയായിരുന്നു? അവിടെ 25,000 ആണ്. കണ്ടില്ലേ, അവിടെ നോക്കി 25,000 ആണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ 20% 5,000 രൂപ എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് മൈനസ് 5,000 ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 20,000 എഴുതിയിട്ടുള്ളത്. പിന്നെ റിട്ടേൺ ഉണ്ട്. റിട്ടേൺ അറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 800 ആണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ആ റിട്ടേൺ, അതായത് നിങ്ങൾ നോക്കിയാൽ റിട്ടേണിന്റെ ഗുഡ്സ് ഹെഡ് ഓഫീസ് എത്ര രൂപയാണ്? 1,000 രൂപയല്ലേ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 1,000 നിന്ന് എന്ത് കുറയ്ക്കണം? 200 രൂപ ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 200 കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് 800 എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ 800 എന്ന് പറയുന്നത്. അതുപോലെ സെയിൽസ് വന്നു. സെയിൽസിൽ 34,900 പ്ലസ് റിട്ടേൺ 400 ഉണ്ട്. 400 കുറച്ച് 34,500 ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കും ഇതുപോലെ തന്നെ അറ്റ് കോസ്റ്റ്, അതായത് ലോഡ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് 67,200. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 8,400 ആണ്. 8,400 നിന്ന് അതിന്റെ ലോഡ് എമൗണ്ട് ആയിട്ടുള്ള എത്രയായിരുന്നു? ലോഡ് എമൗണ്ട് എന്ന് പറയുന്നത് 16,80 ആയിരുന്നു. 16,80 കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് 67,20 എന്ന് പറയുന്നത്. ബാലൻസ് ചെയ്യുന്നു. 15,700 കിട്ടുന്നു. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ ചെയ്ത് 15,700 നമ്മൾ എഴുതുന്നു. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ എക്സ്പെൻസുകളുണ്ടല്ലോ, സാലറി, സൺഡേസ്, പെറ്റി എക്സ്പെൻസ്, ബാഡ് ഡെപ്സ്, റിസർവ്, അലവൻസ്, റെന്റ് ഒക്കെ നമ്മൾ എടുത്തെഴുതുന്നു. ഗ്രോസ് പ്രോഫിറ്റിന് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 9,810 9,810 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നു. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടും. ക്ലിയർ, സിമ്പിളാണ്. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ വരുന്നത് എക്സ്പെൻസുകളൊക്കെ വരുന്നത്. ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു 10 മാർക്കിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്ത് തന്നെ പഠിച്ചോളണം കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഏതെങ്കിലും ഐറ്റത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക. വിശദമായ രീതിയിൽ തന്നെ നമ്മളതിൽ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലോഡ് ഇറക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രോബ്ലം പഠിച്ചാൽ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രോബ്ലവും നിങ്ങൾക്ക് ക്ലിക്ക് ആവും. കാരണം ലോഡ് ഇറക്കുന്ന കുറേ പ്രോബ്ലംസുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ,
വ്യക്തമായ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി തന്നെ അത് പഠിച്ചോളണം. പിന്നെയും പിന്നെയും പറയുന്നു, ചെയ്യുമ്പോൾ എവിടെ സ്റ്റെക്ക് വന്നാലും എവിടെ സംശയം വന്നാലും എനിക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ വിളിക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. തലേ ദിവസത്തേക്ക് വെക്കരുത്, ക്ലാസ്സുകൾ പക്കയായി കണ്ടുപോവുക, നോട്ട്സ് ചെയ്തെടുക്കുക, കണ്ടു പഠിക്കരുത്, ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് സ്പീഡായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്പീഡ് കുറച്ചിടാനുള്ള ഓപ്ഷനൊക്കെ നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ക്ലാസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പീഡൊന്ന് കുറച്ചിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാണും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റനായിട്ട് കാണാം. താങ്ക് യു.